അമൃതവചനം. ജീവിതം ആനന്ദപൂർണ്ണമാക്കാൻ. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇത്തരം സാഹചര്യങ്ങൾ ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും വിട്ടുവീഴ്ചാ മനോഭാവത്തോടെയും നേരിടുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാകും. ഇത്തരം സാഹചര്യങ്ങൾ ക്ഷമാപൂർവ്വം നേരിടാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഒന്നുകൂടി വിശാലമാകും. വ്യത്യസ്ത സ്വഭാവങ്ങളും ശീലങ്ങളും ചിന്താഗതികളും ഉള്ളവരുമായി പൊരുത്തപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഒരിക്കൽ ഒരു കാട്ടിൽ ശൈത്യകാലത്ത് തണുപ്പ് വല്ലാതെ വർദ്ധിച്ചു. കൊടും തണുപ്പ് കാരണം 100 കണക്കിന് മൃഗങ്ങൾ മരിച്ചു വീണു. ആപത്ത് തിരിച്ചറിഞ്ഞ മുള്ളൻ പന്നികൾ യോഗം ചേർന്നു. തണുപ്പിനെ അതിജീവിക്കാൻ ഉപായം ആലോചിച്ചു. കൂട്ടം ചേർന്ന് നടക്കാനും പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കാനും അവർ തീരുമാനിച്ചു. കൂടെയുള്ളവരുടെ ശരീരത്തിലെ ചൂടേറ്റ് കിടന്നത് കാരണം അവർക്ക് തണുപ്പിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. എന്നാൽ അവരുടെ അടുത്ത് കിടക്കുന്നവരുടെ മുള്ളുകൾ ശരീരത്തിൽ തറയ്ക്കുമ്പോഴുള്ള വേദന അസഹ്യമായിരുന്നു. അത് കാരണം അവർ വീണ്ടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടക്കാനും കിടക്കാനും ആരംഭിച്ചു. അപ്പോൾ മുള്ളൻ പന്നികൾ ഓരോരുത്തരായി തണുത്ത് മരവിച്ച് മരിക്കാൻ തുടങ്ങി. അതോടെ അവരുടെ മുന്നിൽ 2 വഴി മാത്രം അവശേഷിച്ചു. ഒന്നുകിൽ കൂടെയുള്ളവരുടെ മുള്ളുകൾ കൊണ്ടുള്ള വേദന സ്വീകരിക്കാൻ തയ്യാറാകുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ ഈ ലോകത്തോട് വിട പറയുക. മുള്ളൻ പന്നികൾ ബുദ്ധിപൂർവ്വം ഒരു തീരുമാനമെടുത്തു. അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. തങ്ങൾ ചുറ്റുമുള്ളവരുടെ മുള്ളുകളുമായി പൊരുത്തപ്പെടാൻ തയ്യാറായതോടെ അവർക്ക് പരസ്പരം ഊഷ്മളത ഏറ്റുവാങ്ങാനും തിരിച്ചു നൽകാനും കഴിഞ്ഞു. അങ്ങനെ അവർക്ക് കൊടും തണുപ്പിനെ വിജയകരമായി അതിജീവിക്കാൻ കഴിഞ്ഞു. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാവുന്നതല്ല നല്ല മനുഷ്യബന്ധങ്ങൾ. മറിച്ച് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ കുറവുകളുമായി പൊരുത്തപ്പെടുകയും അവരുടെ നല്ല ഗുണങ്ങളെ തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യബന്ധങ്ങൾ മികച്ചതാവുന്നത്. മറ്റുള്ളവരെ അവരുടെ എല്ലാ കുറ്റങ്ങളോടും കുറവുകളോടും കൂടി നാം അംഗീകരിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയൂ. ഇന്ന് ഒരു കൂരയുടെ കീഴിൽ 3 പേരുണ്ടെങ്കിൽ അവർ 3 ദ്വീപുകളിൽ കഴിയുന്നവരെ പോലെയാണ്. പരസ്പരം ചേർച്ചയില്ല. എനിക്കിത് വേണം, എനിക്കത് വേണ്ട എന്നിങ്ങനെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളാണ് അവരെ നയിക്കുന്നത്. നമ്മുടെ സംസ്കാരം അതല്ല പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടി എന്ന് കരുതി പരസ്പര സ്നേഹത്തോടെ വിട്ടുവീഴ്ചാ മനോഭാവത്തോടെ ഒരുമിച്ച് കഴിയുക. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കുപരിയായി തനിക്ക് ചുറ്റുമുള്ളവരുടെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി സ്വയം പൊരുത്തപ്പെടാൻ തയ്യാറാവുക. അങ്ങനെ ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഒന്നു ചേർന്ന് ജീവിക്കുക. അതാണ് വേണ്ടത്. ഏതു തരം വ്യക്തികളോടും സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ കഴിയണമെങ്കിൽ നമ്മൾ ആധ്യാത്മിക തത്വങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. ആധ്യാത്മിക ജ്ഞാനം വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർബർ പോലെയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വാഹനം പോകുമ്പോൾ അതിലിരിക്കുന്നവർക്ക് ആഘാതമേൽക്കാതിരിക്കാൻ ഷോക്ക് അബ്സോർബർ സഹായിക്കും. നമ്മുടെ ജീവിതവും ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തുലനം നഷ്ടപ്പെടാൻ പാടില്ല. ആധ്യാത്മിക ജ്ഞാനത്തിലൂന്നിയ ജീവിത വീക്ഷണത്തിലൂടെ അത് സാധ്യമാകും.